2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയുടെ 37 മുതൽ 39 വരെയും 48 മുതൽ 58 വരെയും 61 മുതൽ 68 വരെയും വാർഡുകൾ അടങ്ങിയ നിയമസഭാ മണ്ഡലമാണിത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നും. 2021 മുതൽ CPM-ലെ വി ശിവൻകുട്ടിയാണ് നേമം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി BJP ജയിച്ചു കയറിയ മണ്ഡലം കൂടിയാണ് നേമം. പിന്നീട് ഇടതുപക്ഷം തിരിച്ചുപിടിച്ച നേമം മണ്ഡലത്തിൽ ഇത്തവണ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് BJP ആണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയാണ് BJP മത്സരിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് സ്ഥാനാർത്ഥിത്വം പരസ്യമാക്കിയതും. CPM-ന് വേണ്ടി സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ വി ശിവൻകുട്ടി തന്നെ മത്സരിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് നേടാൻ നിലവിൽ ശിവൻകുട്ടിക്ക് സാധിക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാകാം CPM മറ്റൊരു തീരുമാനം പരിഗണിക്കാൻ താൽപര്യപ്പെടാത്തത്. അതേസമയം കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വിജയസാധ്യതയുള്ള ആളുകളെയാകും പരിഗണിക്കുക. അതിനാകും പ്രഥമ പരിഗണനയും. നിലവിൽ ശബരിനാഥൻ, വൈഷ്ണവ് സുരേഷ്, രാഹുൽ ഈശ്വർ എന്നിവരാണ് പരിഗണനയിലുള്ളത്. ശബരിനാഥനെ നേമത്ത് മത്സരിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കമ്മിറ്റികൾ സമർപ്പിച്ച സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് എന്നാണ് സൂചന. പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പട്ടിക അംഗീകരിച്ചാൽ CPM-ന്റെ സിറ്റിംഗ് MLA വി ശിവൻകുട്ടിക്കും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനുമെതിരെ മത്സരിക്കുക ശബരിനാഥനാകും. അതുമല്ലെങ്കിൽ ഈ സീറ്റിലേക്ക് കോൺഗ്രസിന്റെ യുവ വനിതാ മുഖം വൈഷ്ണവ് സുരേഷിനെയും പരിഗണിക്കും എന്നും വാർത്തകൾ പുറത്തുവരുന്നു. വളരെ നിർണായകമാണ് 3 മുന്നണികൾക്കും നേമം. UDF അധികാരത്തിൽ എത്തണമെന്നും നിലവിലെ ഭരണവ്യവസ്ഥ മാറണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. പുരുഷ കമ്മീഷൻ, യുവജന കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് താല്പര്യമെന്ന് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് പരിചിത മുഖം എന്ന നിലയിലും ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യം എന്ന നിലയിലും രാഹുൽ ഈശ്വർ നേമം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെയും നേമത്ത് പരിഗണിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൽ MPമാരെ മത്സരിപ്പിക്കേണ്ട എന്നാണ് ധാരണ. എന്നാൽ ചില MPമാർ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ഇവരുടെ താല്പര്യം. K. സുധാകരൻ, MK രാഘവൻ, അടൂർ പ്രകാശ് എന്നിവർക്കാണ് താല്പര്യമുള്ളതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. K. സുധാകരൻ കണ്ണൂരിലും അടൂർ പ്രകാശ് കോന്നിയിലും മത്സരിക്കാനുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലമാണ് MK രാഘവന്റെ മനസ്സിലുള്ളത്. ഇവർക്ക് ഇളവ് നൽകുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷും ഷാഫി പറമ്പിലും മത്സരിക്കാനായി സമ്മർദ്ദം ചെലുത്തുമെന്ന ആശങ്കയും സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അടൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് താല്പര്യമുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ വിജയം ഉറപ്പിക്കണമെങ്കിൽ ഷാഫി പറമ്പിൽ മത്സരിക്കണമെന്ന വാദം A ഗ്രൂപ്പ് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വൈകാതെ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.